ഹലോ എവ്രി വൺ, നമ്മൾ പുതിയൊരു SSCയുടെ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോ കൊണ്ട് ആക്ച്വലി നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങൾക്ക് എക്സാമിനെ കുറിച്ചിട്ട് ക്ലിയർ ആയിട്ടൊരു ഐഡിയ തരാം. എക്സാമിനെ കുറിച്ചൊരു ഐഡിയ തന്നതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ബാച്ചിലേക്ക് അതിന് ശേഷം പോവാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എക്സാമിനെ കുറിച്ച് സംസാരിക്കാം. സോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് SSC CGL പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും SSC GDക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും CHSL പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും MTS പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കുമാണ് നമ്മൾ കോച്ചിങ് ആദ്യം പ്രൊവൈഡ് ചെയ്യുന്നത്. RRBനെ കുറിച്ച് ഇത് കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ പോരെ, ഫൈൻ. സോ SSC CGL GD CHSL MTS പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഞാൻ ഈ ഒരു ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, CGL എന്ന് വെച്ചാൽ അത് ഡിഗ്രി ലെവൽ എക്സാം ആണ്. ഡിഗ്രി ലെവൽ എക്സാം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് CGL അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. ഈ CHSL എന്ന് പറയുന്നത് 12th ലെവൽ എക്സാം ആണ്. ഞാൻ ബാക്കി ഡീറ്റെയിൽസിലേക്ക് വരാം, ഒന്ന് വെയിറ്റ് ചെയ്യാം. 12th ലെവൽ എക്സാം ആണ്. +2 സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. വെൻ ഇറ്റ് കംസ് ടു GD ആൻഡ് MTS, ഇത് 10th ലെവൽ എക്സാം. ഒരു SSLC സർട്ടിഫിക്കറ്റ് മാത്രം നിങ്ങളുടെ കയ്യിലുണ്ടായാൽ മതി. യു വിൽ ബി ഏബിൾ ടു അറ്റൻഡ് ദി എക്സാം. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് നിങ്ങളുടെ പാസ്റ്റ് ഇവിടെ മാറ്റർ ചെയ്യുന്നില്ല. ഇരുന്ന് പഠിക്കാൻ തയ്യാറാണെന്നാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് ഏതാണ് ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് സ്യൂട്ട് ചെയ്യുന്നത് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ഇതൊരു അഡ്വാൻറ്റേജ് പറഞ്ഞു തരട്ടെ. CGL നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നാണെങ്കിൽ നിങ്ങളുടെ CHSL GD MTS സിലബസ് അപ് ടു എൻ എക്സ്റ്റെൻഡ് കവർ ചെയ്തിട്ടുണ്ടാവും. 3 അറ്റൻഡ് ചെയ്യാം. ഇനി നിങ്ങൾ CHSL പ്രിപ്പയർ ചെയ്താലോ നിങ്ങൾക്ക് GDയുടെയും MTS സിലബസ് ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ടാവും. ബിക്കോസ് ഡിഗ്രി ലെവൽ CGL പ്രിപ്പയർ ചെയ്താൽ 12th ലെവൽ CHSLും 10th ലെവൽ GD MTS സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം. സിലബസ് ഓൾമോസ്റ്റ് ഒക്കെ തരാം. ഇനി 12th ലെവൽ CHSലും പ്രിപ്പയർ ചെയ്താലോ 10th ലെവൽ MTSും GDയും ഈസി ആയിരിക്കുമല്ലോ, അതും നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഇതിലുള്ള അഡ്വാൻറ്റേജ് ഇതാണ്. ഇപ്പോൾ നിങ്ങൾ CGL പ്രിപ്പയർ ചെയ്താൽ CHSL GD MTS ഏതെങ്കിലും ഒന്ന് കിട്ടും. CHSL പ്രിപ്പയർ ചെയ്താലോ GD MTS ഏതെങ്കിലും ഒന്ന്, CHSL അല്ലെങ്കിൽ GD MTS ഏതെങ്കിലും ഒന്ന് എന്തായാലും കിട്ടും എന്നുള്ളൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇവിടെ പറയാണ്ടിരിക്കാൻ വയ്യ. സോ നിങ്ങളുടെ ഫ്യൂച്ചർ ചേഞ്ച് ചെയ്യാൻ ഇപ്പോഴും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ ഒരു എക്സാമിന് പഠിച്ചാൽ CGL അടക്കം 4 എക്സാമും ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് അവിടെ. ആൻഡ് GD എക്സാമും CGLും CHSL MTS എല്ലാ വർഷവും കണ്ടക്റ്റും ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ SSC എക്സാമിൻ്റെ ഓവർവ്യൂ പറയുകയാണെങ്കിൽ, SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്. SSC CGL CHSL ഇത് ഡിഗ്രി ലെവലാണ്. CHSL എന്ന് പറയുന്നത് 12th ലെവൽ. GD ആൻഡ് MTS എന്ന് പറയുന്നത് 10th ലെവൽ. അതിൽ GD എന്ന് പറയുന്നത് GD കോൺസ്റ്റബിൾ, ലൈക്ക് GD എന്ന് വെച്ചാൽ BSF CRPF പോലുള്ള പല ഏറ്റവും നല്ല പോസ്റ്റിലേക്കുള്ള സെലക്ഷനാണ്. ഇനി നമുക്ക് താഴോട്ടേക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് വരാം. SSC CGL കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഗ്രാജുവേറ്റ് ആയിരിക്കണം. ഓക്കെ, ഏതെങ്കിലും ഒരു ഡിഗ്രി നിങ്ങൾ ഹോൾഡ് ചെയ്യണം. പോസ്റ്റ് എന്ന് വെച്ചാൽ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ, ഓഡിറ്റർ, CBIയിൽ വരെ നിങ്ങൾക്ക് ഇൻസ്പെക്ടറായിട്ട് കയറാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സാലറി സ്റ്റാർട്ട് ചെയ്യുന്നതിന് 40,000+ ആണ്. 40 to 65 ആണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടുന്ന സാലറി. ജസ്റ്റ് ഇമാജിൻ. എക്സാം പാറ്റേൺ ടയർ 1 ഉണ്ടാവും. ടയർ 1 പ്രിലിംസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ടയർ 2 എന്താണ്, MCQ+ ഡിസ്ക്രിപ്റ്റീവ് ആണ്. CGL ഇൻ്റർവ്യൂ വരുന്നില്ല. ഇൻ്റർവ്യൂ ഒക്കെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ അവർ മാക്സിമം അവരെ കൊണ്ട് പറ്റുന്ന പോലെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ കുറച്ചിട്ടുണ്ട്. അടുത്ത 12th ലെവൽ. ഇതിൽ CGL പ്രിപ്പയർ ചെയ്ത് 12th ലെവൽ CHSL അറ്റൻഡ് ചെയ്യാം, 10th ലെവൽ GD അറ്റൻഡ് ചെയ്യാം, MTS അറ്റൻഡ് ചെയ്യാം. നിങ്ങൾ ഒന്നിന് പഠിച്ച CGL പഠിച്ച ബാക്കി താഴെ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി ക്രാക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് CHSL 12th ലെവലാണ്. 12th സർട്ടിഫിക്കറ്റ് മാത്രം മതി. LDC, DO, പോസ്റ്റൽ അസിസ്റ്റൻറ്റ് പോലുള്ള പല നല്ല ജോബാണ് ഇവിടെ വരുന്നത്. സാലറി റേഞ്ച് ചെയ്യുന്നത് 25,000 to 40,000 സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടും. ടയർ 1 ഉണ്ട്. ടയർ 1 MCQ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻ, അതിലൊരെണ്ണം നമ്മൾ ബബിൾ ചെയ്യണം. അങ്ങനെ 2 ഡിസ്ക്രിപ്റ്റീവ്, പിന്നെ ഒരു സ്കിൽ ടെസ്റ്റ് അവിടെ എന്തായാലും ഉണ്ടാവും. അടുത്തത് GD ആണ്. GD എന്ന് വെച്ചാൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺസ്റ്റബിൾ എക്സാം ആണ്. 10th ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. CAPF, BSF, CRPF, CISF, ITBP, SSB, SSF, റൈഫിൾമാൻ, ആസാം റൈഫിൾസ് അടക്കമുള്ള പല ഇത്രയും നല്ല പോസ്റ്റിലേക്കുള്ള സെലക്ഷൻസാണ്. സാലറി സ്റ്റാർട്ടിങ് 23 തന്നെ കിട്ടും to 35 per month. ഇതിനൊക്കെ എന്തുണ്ട്, സെൻട്രൽ ഗവൺമെൻറ് ജോബായതുകൊണ്ട് പെർക്സ് ആൻഡ് അലവൻസസും അവിടെ ഉണ്ടാവും. CBT, ഫിസിക്കൽ ടെസ്റ്റ്, മെഡിക്കൽ ടെസ്റ്റ്, ഇതൊക്കെ ഇവിടെ ഉണ്ടാവും. CBT എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എക്സാമാണ്. ആദ്യം എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫിസിക്കൽ ടെസ്റ്റും മെഡിക്കൽ ടെസ്റ്റൊക്കെ അവിടെ ഉണ്ടാവും.
അവസാനമായിട്ട് SSC MTS എലിജിബിൾ എന്താ 10th ആണ്, എലിജിബിലിറ്റി 10th ആണ്. പോസ്റ്റ് വെച്ച പ്യൂൺ, ഹവൽദാർ, ജൂനിയർ അസിസ്റ്റൻറ്റ്, മൾട്ടി ടാസ്കിങ് ജോബ്സ് ഒക്കെയാണ്. പല പല മിനിസ്ട്രീസിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. എക്സാം ഉണ്ടാവും, പിന്നെ ഡിസ്ക്രിപ്റ്റീവ് അഥവാ സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും. സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത് 18,000 to 28,000 പെർ മന്ത് ആണ്. നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു തരുന്ന ഇത്രയേ ഉള്ളൂ. CGLന് പ്രിപ്പയർ ചെയ്താലും നിങ്ങൾക്ക് CHSL അറ്റൻഡ് ചെയ്യാം, ക്രാക്ക് ചെയ്യാം. GD അറ്റൻഡ് ചെയ്യാൻ ക്രാക്ക് ചെയ്യാം, MTS അറ്റൻഡ് ചെയ്യാൻ ക്രാക്ക് ചെയ്യാം. ഇനി CHSLന് പ്രിപ്പയർ ചെയ്താലോ GD അറ്റൻഡ് ചെയ്യാൻ ക്രാക്ക് ചെയ്യാം, MTS അറ്റൻഡ് ചെയ്യാൻ ക്രാക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഉള്ളത്. ഞാൻ നമ്മുടെ ബാച്ചിലേക്ക് ഇനി ഞാൻ വരാം. സോ നമ്മുടെ ബാച്ചിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം നല്ല ബാച്ച് തന്നെയത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫീസ് നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, വിത്ത് മെൻറ്റർഷിപ്പ് ഓർ വിത്തൗട്ട് മെൻറ്റർഷിപ്പ്. നമ്മുടെ ബാച്ചിൽ SSC, CGL, CHSL, GD, MTS എല്ലാത്തിനും കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നിലേക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഏതെങ്കിലും CGLന് താല്പര്യമുണ്ടെങ്കിൽ CGLിലേക്ക് ജോയിൻ ചെയ്യാം, CHSLിലേക്കാണ് താല്പര്യമെങ്കിൽ CHSLിലേക്ക്, ഏതെങ്കിലും ഒന്നിലേക്ക് ജോയിൻ ചെയ്താൽ മതി. റെക്കോർഡഡ് ക്ലാസ് ആയിരിക്കും, കാരണം എല്ലാ ആൾക്കാരും വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളൊക്കെയാണ്. സോ ലൈവ് നമുക്ക് എങ്ങനെ നോക്കിയാലും പോസിബിൾ ആയിരിക്കില്ല. സോ നല്ല ഹൈ ക്വാളിറ്റിയുള്ള ക്ലാസ് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യും, നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കാണാം. നോട്ട്സ് ഉണ്ടാവും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും, റെഗുലറായിട്ട് ടെസ്റ്റ് ഉണ്ടാവും. നമ്മൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ്, ഇന്നലെ വെറുതെ തുടങ്ങിയിട്ടുള്ളതല്ല. നമ്മൾ വെറുതെ ജസ്റ്റ് ഒരു പേരിന് തുടങ്ങിയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് അല്ല. കണ്ണൂർ യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പാണ് നമ്മുടേത്. അതിൻ്റെ ഡീറ്റെയിൽസ്, രജിസ്ട്രേഷൻ അടക്കമുള്ള ഡീറ്റെയിൽസ് കാണണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പ്രൊവൈഡ് ചെയ്യാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇന്നൊവേഷൻ ഫൗണ്ടേഷൻ നമ്മളെ ഒഫീഷ്യലി സ്റ്റാർട്ടപ്പ് റെക്കഗ്നൈസ് ചെയ്യും. നമുക്ക് സ്റ്റാർട്ടപ്പ് ഫണ്ട് വൈസ് ചാൻസലർ ഒഫീഷ്യലി തരുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഫീസ് സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാക്സിമം നല്ല രീതിയിൽ അഫോർഡബിൾ ആക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വിത്ത് മെൻറ്റർഷിപ്പ് വേണമെങ്കിൽ 500 rupees ആയിരിക്കും പെർ മന്ത് ഫീസ് ഉണ്ടാവുക. ഞാനിൻ്റെ ഡയറക്റ്റ് ഗൈഡൻസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ വിളിച്ച് സംസാരിക്കാം, മെസ്സേജ് അയക്കണം, യു ക്യാൻ ടെക്സ്റ്റ്, നോ ഇഷ്യൂസ് അറ്റ് ഓൾ. വിത്തൗട്ട് മെൻറ്റർഷിപ്പ് 249 rupees മാത്രമേ പെർ മന്ത് ഫീസ് വരുന്നുള്ളൂ. ഇതിൽ ക്ലാസ് കാണാം, നിങ്ങൾക്ക് ജസ്റ്റ് നോട്ട്സൊക്കെ പ്രൊവൈഡ് ചെയ്യും. ക്ലാസ്സും നോട്ട്സും എക്സാംസും പ്രൊവൈഡ് ചെയ്യും. അവിടെ ഡൗട്ട് സോൾവ് ചെയ്യാനായിട്ടൊരു ഫെസിലിറ്റി ഉണ്ടാവും. പ്ലസ് നിങ്ങൾക്ക് കോൾ അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടാവില്ല, ഒരു മെൻറ്റർഷിപ്പിൻ്റെ ഓപ്ഷൻ ഉണ്ടാവില്ല. ലൈക്ക് ഇഫ് യു വോണ്ട് സം കൈൻഡ് ഓഫ് ഗൈഡൻസ് യു ക്യാൻ ഡയറക്ട്ലി കോൾ മീ. മെൻറ്റർഷിപ്പുള്ള ബാച്ചിൽ വിത്തൗട്ട് മെൻറ്റർഷിപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് മന്തിൽ വിത്തൗട്ട് മെൻറ്റർഷിപ്പിൽ ജോയിൻ ചെയ്ത് നെക്സ്റ്റ് മന്ത് വിത്ത് മെൻറ്റർഷിപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യണേ, യു ക്യാൻ, നോ ഇഷ്യൂസ് അറ്റ് ഓൾ. സോ നമ്മൾ ക്വാളിറ്റി കോച്ചിങ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറാണ് ഞാൻ. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇന്നൊവേഷൻ ഫൗണ്ടേഷൻ ഒഫീഷ്യലി നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുകയും വൈസ് ചാൻസലർ സ്റ്റാർട്ടപ്പ് ഫണ്ടൊക്കെ തന്നിട്ടുള്ളതാണ്. ഇഫ് യു വോണ്ട് ടു സീ ദി പ്രൂഫ് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചുതരാം. ഡിസൈൻഡ് ഫോർ വർക്കിംഗ് പ്രൊഫഷണൽസ് ആസ് വെൽ ആസ് കോളേജ് സ്റ്റുഡൻസ്, ട്രസ്റ്റഡ് ബൈ ആസ്പിറൻസ് അക്രോസ് കേരള. ഇതിൽ കോളേജ് സ്റ്റുഡൻസ് തന്നെ ആവണമെന്നില്ല, നിങ്ങളിപ്പോൾ 12th 11th പഠിക്കുന്നുണ്ടെന്നാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യാം MTSനും GDക്കൊക്കെ. സോ അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ 10th മാത്രമാണ്. സോ ഇപ്പോഴും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് SSC GD അല്ലെങ്കിൽ SSC MTS CHSL ക്ലിയർ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പോസ്റ്ററൊക്കെ കോളേജ് ബാനറിൽ വരുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ ഇപ്പോഴും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ ഇപ്പോൾ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ നിങ്ങളുടെ അച്ഛൻ ഉണ്ടാവും. So if you wish to join the batch, please let me know as soon as possible. Thank you so much and thanks a lot.